വളരെ ശാന്തമായ രീതിയിൽ ജീവിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നെല്ലിമറ്റം ഈ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും സ്വഭാവ രൂപീകരണം നടക്കുന്നത് LP UP സ്കൂളിലുള്ള സമയത്താണ്. ഇവിടുത്തെ അധ്യാപകർ ഓരോ കുട്ടികളെയും സ്വന്തം മക്കളെ പോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് നന്മയുടെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരുടെ പ്രയാസങ്ങളിൽ പങ്കാളികളാകാനും അവരെ സഹായിക്കാനുമുള്ള നല്ലൊരു മനസ്സ് അവരുടെ ചെറുപ്പത്തിലെ തന്നെ പകർന്നു കൊടുത്തുകൊണ്ട് തെറ്റുകളിൽ നിന്ന് നമ്മൾ പിന്തിരിയേണ്ട ആവശ്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടായി ഈ സ്കൂള് 75 വർഷം പിന്നിടുകയാണ്. ഈ ക്യാമ്പ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കുന്നു. നമസ്കാരം. നെല്ലിമറ്റം സെന്റ് ജോസഫ് UP സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള 75 കർമ്മ പദ്ധതികളിൽ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി പൊതുവിഭാഗം ജനങ്ങൾക്കായി പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ആലുവ രാജഗിരി ആശുപത്രിയുടെ സഹകരണത്തോടെ 2024 ഡിസംബർ 1 ഞായറാഴ്ച രാവിലെ 9 മുതൽ സ്കൂളിൽ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ അങ്കണത്തിൽ ചേർന്ന സമ്മേളനത്തിന് ജൂബിലി ആഘോഷ കമ്മിറ്റി ചെയർമാനും സ്കൂൾ മാനേജറുമായ റവറന്റ് ഫാദർ ജോർജ് കുരിശുമുട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബു പടപ്പറമ്പത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ടീന ടിനു, ഡോക്ടർ ഷെറിൻ, ഡോക്ടർ ആദർശ, ഡോക്ടർ സ്വരൂപ്, പൂർവ്വ വിദ്യാർത്ഥി സംഘടന പ്രസിഡന്റ് ജോയി പോൾ, PTA പ്രസിഡന്റ് ആന്റണി പെരേര, MPTA പ്രസിഡന്റ് ഷീജ ജിയോ, മാമൻ സ്കറിയ, ഷാജി മാത്യു, നസീമ കാസിം എന്നിവർ പ്രസംഗിച്ചു. ജൂബിലി ആഘോഷ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറും പ്രധാന അധ്യാപകനുമായ വിനു ജോർജ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സൗമ്യ ജോസ് നന്ദിയും പറഞ്ഞു. നമ്മുടെ സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന 75 കർമ്മ പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മെഡിക്കൽ ക്യാമ്പ്. ഈ ക്യാമ്പിൽ പിന്നെ എല്ലാ ആശംസകളും നേരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒപ്പം ഇവർ നമുക്ക് കുറിച്ചു തരുന്ന മരുന്നുകളേക്കാൾ ഉപരിയായിട്ട് ഡോക്ടേഴ്സ് അവരുടെ ആ സാന്നിധ്യവും അവരുടെ സമീപനവും അവരുടെ വാക്കുകളുമാണ് എന്നും നമ്മെ സൗഖ്യപ്പെടുത്തുന്നത്, നമുക്ക് ആശ്വാസം നൽകുന്നത്, പ്രതീക്ഷ നൽകുന്നത്. അപ്പോൾ ഈ ക്യാമ്പിലൂടെയും സംഭവിക്കാൻ പോകുന്നത് അതാണ്. ഈ വ്യക്തിത്വങ്ങളുമായിട്ട് ഈ ഡോക്ടേഴ്സുമായിട്ട് നമുക്ക് കണ്ടുമുട്ടുവാനുള്ള ഒരു അവസരം കിട്ടി. ഇത് ഏറെ പേരെ സംബന്ധിച്ച് ഇതൊരു ആശ്വാസമായിട്ട് മാറും. വചനം പറഞ്ഞതുപോലെ ദുഃഖങ്ങൾ അകറ്റുവാനും വേദന അകറ്റുവാനും സാധിക്കട്ടെ, ഈ ക്യാമ്പിലൂടെ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. 75 കർമ്മ പദ്ധതികളുണ്ട്. അതിൽ കുറച്ച് നല്ല പദ്ധതികളൊക്കെ കഴിഞ്ഞ ദിവസം ഒരു എക്സിബിഷൻ അതെല്ലാം വന്ന് ഭയങ്കര ആളായിരുന്നു, തിരക്കായിരുന്നു. നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി. 2 ക്യാമ്പുകൾ നടത്തി, ഐ ക്യാമ്പ് നടത്തി, അതുപോലെ തന്നെ ഡെന്റൽ ക്യാമ്പ് നടത്തി. അതെല്ലാം കുട്ടികളെ ഉദ്ദേശിച്ചുള്ള. ഇതിന്ന് നമ്മുടെ പൊതു സമൂഹത്തിൽ നമുക്കറിയാം, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇന്ന് നമുക്കറിയാവുന്ന മിനിമം ഒരു 2000 രൂപയെങ്കിലും വേണം. 1000, 1500 അത് പോട്ടെ. രാവിലെ ഡോക്ടറെ കാണാനായിട്ട് അപ്പോയിൻമെന്റ് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, മെഡിസിൻ വാങ്ങാനുള്ള ബുദ്ധിമുട്ടുകൾ, ഒരു എക്സ്റേ സ്ക്രീനിങ്, അതുപോലെ തന്നെ ലാബ്, അത് കഴിഞ്ഞ് പിന്നെ ദിവസം പോവുക, ഇതെല്ലാം നമുക്കറിയാവുന്ന. ഈ ബുദ്ധിമുട്ടുകളെല്ലാം കണക്കെടുത്തുകൊണ്ട് നമുക്ക് കേരളത്തിലെ തന്നെ വളരെ പ്രശസ്തമായ ഒരു ആശുപത്രിയാണ് രാജഗിരി ഹോസ്പിറ്റൽ. നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കുറച്ച് നാളുകൊണ്ട് വളരെ പ്രശസ്തമായി ഒരു ന്യൂ ജനറേഷൻ ഡോക്ടേഴ്സാണ് വന്നിരിക്കുന്നത്. ന്യൂ ജനറേഷൻ ഇപ്പോൾ, അതായത് റീസെന്റ് മെഡിക്കൽ അതിനുമായി ബന്ധപ്പെട്ടുള്ള ആ സയൻസ് അതിൽ വിദഗ്ധം നേടി വന്ന് അവർ ഇപ്പം അതാത് ഡിപ്പാർട്ട്മെന്റുകളിൽ രാജഗിരി സേവനം ചെയ്യുന്നു. അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഞങ്ങൾ മാനേജ്മെന്റിനൊപ്പം നിന്ന് ഒരുക്കിയിട്ടുണ്ട്. മാക്സിമം അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. നമ്മൾ ഒരു തിരക്കുകൾ ഒഴിവാക്കാൻ വേണ്ടി സമയക്രമീകരണങ്ങളും അറിയിച്ചിട്ടുണ്ട്. ഓരോ ആളുകളെ ഇന്നലെ ഇവിടുത്തെ ടീച്ചേഴ്സ് ഞാനിവിടെ പോകുമ്പോൾ ഞാൻ വന്ന് നിൽക്കുന്ന ശേഷം ഒരു വലിയ ടീം വർക്കൗട്ട് നടന്നത്. ക്യാമ്പ് നടക്കും. ഞങ്ങൾക്ക് അവിടെ പോയിട്ടൊന്നും കിട്ടിയില്ല. അതല്ല, നമ്മളിവിടെ അതിനുള്ള ഫാർമസി അവിടെ നിന്ന് വന്നിട്ടുണ്ട്. ആശുപത്രിയുടെ ഫാർമസി ഇവിടെ ഉണ്ട്, ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവർ തരുന്ന ഡോക്ടേഴ്സ് തരുന്ന മെഡിക്കൽ പ്രിസ്ക്രിപ്ഷനിൽ അവരൊന്ന് മെഡിസിൻ തരും.